നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. കുറച്ചു കാലമായിട്ട് താങ്ങാവുന്നതിനപ്പുറമുള്ള പ്രശ്നങ്ങൾ സർക്കാരിനുണ്ടെങ്കിലും അതിന്റെ കൂടെയാണ് പാർട്ടിയിലെ പല പ്രമുഖരും ഉണ്ടാക്കി വെക്കുന്ന വിവാദങ്ങൾ. അതിൽ പാർട്ടിയെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് വലിച്ചടച്ച ഒന്നാണ് പി ദിവ്യ ഉണ്ടാക്കിയിട്ടുള്ള വിവാദം. ഈ വിഷയത്തിൽ പാർട്ടിക്ക് അകത്തുനിന്നും പുറത്തുനിന്നും വിമർശനങ്ങളുടെ പെരുമഴ പെയ്യുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികമൊന്നും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. ഏതായാലും ഇപ്പോൾ പി ദിവ്യയെയും സഖാക്കളെയും ഞെട്ടിച്ചുകൊണ്ട് പിണറായി വിജയൻ പി ദിവ്യയെ വിമർശിക്കുകയാണ്. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി ദിവ്യയ്ക്ക് വീഴ്ച പറ്റിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ്. ഇത് CPM കോഴിക്കോട് ജില്ലാ സമ്മേളന വേദിയിലായിരുന്നു അദ്ദേഹം ഈ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ദിവ്യ പരാതി പറയേണ്ട സ്ഥലത്ത് പറഞ്ഞില്ലെന്നും വിളിക്കാത്ത പരിപാടിക്ക് പോയി കാര്യങ്ങൾ പറഞ്ഞത് ശരിയായില്ലെന്നും മുഖ്യമന്ത്രി നേരിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഉപതെരഞ്ഞെടുപ്പ് ദിവസത്തെ EP ജയരാജന്റെ പ്രസ്താവനകൾ ദോഷം ചെയ്തെന്നും പ്രതിനിധികളും വിമർശിച്ചു. പി ദിവ്യക്കെതിരായ നടപടി മാധ്യമ വാർത്തകൾക്ക് അനുസരിച്ചായിരുന്നു എന്ന പ്രതിനിധികളുടെ വിമർശനത്തിന് മറുപടിയായാണ് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അദ്ദേഹം പറഞ്ഞത് ദിവ്യക്കെതിരായ നടപടി ശരിയായ രീതിയിൽ തന്നെയായിരുന്നു കൈക്കൊണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ കാര്യങ്ങൾ ചെയ്യേണ്ടതിന് പകരം ഒറ്റയ്ക്കിടപെടുന്ന രീതിയാണ് അന്ന് അവിടെ ഉണ്ടായത്. വിളിക്കാത്ത പരിപാടിക്ക് പോയി ഈ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചതും ശരിയായില്ല. ഇതൊക്കെ പാർട്ടി അന്വേഷിച്ച് ശരിയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പാർട്ടി നടപടി സ്വീകരിച്ചതെന്ന് മുഖ്യമന്ത്രി മറുപടിയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. ചർച്ചയിൽ EP ജയരാജനെതിരെയും കടുത്ത വിമർശനമുണ്ടായി. EP ജയരാജനും കുറച്ചു കാലങ്ങളായി പാർട്ടിയെ പല വിഷയങ്ങളിലും പ്രതിസന്ധിയിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് EP ജയരാജന്റെയും പി ദിവ്യയുടെയും പേരെടുത്തു പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പൊതു സദസ്സിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന നടപടികളാണ് ജയരാജന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതെന്ന് പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. ഈ പ്രവർത്തികൾ തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയെന്നും പ്രതിനിധികൾ വിമർശിച്ചു. EPക്ക് ഇത്തരം വീഴ്ചകൾ സംഭവിച്ചു എന്ന് സംബന്ധിച്ച മുഖ്യമന്ത്രി പാർട്ടി തിരുത്തൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഏതായാലും കുറെ കാലങ്ങൾക്ക് ശേഷമാണ് മുഖ്യമന്ത്രി ഈ ഒരു വിഷയത്തിൽ പി ദിവ്യയുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് പി ദിവ്യയുടെ ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. അത് മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം ഒരു പൊതുവേദിയിൽ ഇരിക്കുന്ന ചിത്രമാണ്. അതിന് താഴെ പങ്കുവച്ച കുറിപ്പും ഏറെ ശ്രദ്ധേയമായിട്ടുണ്ടായിരുന്നു. കുറെ കാലമായി ഈ വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷം പി ദിവ്യ അധികമൊന്നും സോഷ്യൽ മീഡിയ പേജുകളിൽ സജീവമല്ലായിരുന്നു. അതിനുശേഷം ജാമ്യമൊക്കെ കിട്ടി പുറത്തിറങ്ങിയതിനു ശേഷമാണ് പിന്നീട് ഫേസ്ബുക്ക് പേജുകളിലും മറ്റുള്ള സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ വീണ്ടും സജീവമാകാൻ തുടങ്ങിയത്. അതിനിടയിലാണ് ഒരു പോസ്റ്റ് പങ്കുവച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തിക്കൊണ്ടായിരുന്നു ഈ ഒരു പോസ്റ്റും. എന്തൊക്കെ ആരോപണങ്ങൾ വരുമ്പോഴും രാഷ്ട്രീയ എതിരാളികൾ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോഴും മടിയിൽ കനമില്ലെങ്കിൽ ഭയക്കേണ്ടതില്ലെന്ന് പഠിപ്പിച്ച നേതാവ് മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം ഇരിക്കുന്ന ചിത്രം സഹിതമായിരുന്നു ഫേസ്ബുക്കിൽ കുറിച്ചത്. പി ദിവ്യക്കെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി KSU നേതാവ് മുഹമ്മദ് ഷമാസ് വീണ്ടും രംഗത്തെത്തിയ വേളയിലാണ് ദിവ്യയുടെ ഈ ഒരു കുറിപ്പും. അഴിമതിയെക്കുറിച്ച് മാത്രം സ്വപ്നം കണ്ട് നടക്കുന്നവർക്ക് കാണുന്നതെല്ലാം അത് തന്നെയെന്ന് തോന്നുന്നത് സ്വാഭാവികമാണ്. വിടുവായത്തത്തിന് ഓരോന്ന് മറുപടി പറഞ്ഞ് സമയം കളയുന്നില്ലെന്ന് പി ദിവ്യ കുറിപ്പിൽ പറയുന്നുണ്ട്. ഏതായാലും ആ പോസ്റ്റ് ഇപ്രകാരമാണ്. അതായത് അതിൽ പറഞ്ഞിരിക്കുന്ന വരികൾ ഇപ്രകാരമാണ്: ഞാൻ കണ്ടു വളർന്ന നേതാവ്, എന്തൊക്കെ ആരോപണങ്ങൾ വരുമ്പോഴും രാഷ്ട്രീയ എതിരാളികൾ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോഴും മടിയിൽ കനമില്ലെങ്കിൽ നമ്മൾ ഭയക്കേണ്ടതില്ലെന്ന് പഠിപ്പിച്ച നേതാവ്, കഴിഞ്ഞ 25 വർഷത്തിലധികമായി ഒരു മാധ്യമ പരിലാളനയിലും വളർന്ന നേതാവല്ല സഖാവ് പിണറായി, എന്റെ പാഠപുസ്തകത്തിലെ ഹീറോ. അഴിമതിയെക്കുറിച്ച് മാത്രം സ്വപ്നം കണ്ടു നടക്കുന്നവർക്ക് കാണുന്നതെല്ലാം അത് തന്നെ എന്ന് തോന്നുന്നത് സ്വാഭാവികം. അലക്കിത്തേച്ച വെള്ള വസ്ത്രവും 4 പേപ്പറും കയ്യിൽ വെച്ച് 4 മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്ന വിടുവായുധത്തിന് ഓരോന്നും മറുപടി പറഞ്ഞ് സമയം കളയുന്നില്ല, കോടതിയിൽ കണ്ടിപ്പാ പാക്കലാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പമുള്ള ചിത്രമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിന് താഴെയും നിരവധി കമന്റുകളാണ് പി ദിവ്യയെ വിമർശിച്ചുകൊണ്ട് വരുന്നത്. അതിൽ ചില കമന്റുകൾ വായിക്കാം. അതിലൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്: കൊലയാളി യക്ഷി, നിന്റെയൊക്കെ തൊലിക്കെട്ടി സമ്മതിക്കണം, നരഭോജി സ്ത്രീ എന്നാണ്. അയാളെ സന്തോഷിപ്പിക്കാൻ പറയുന്നതാണോ? അഴിമതി എന്താണെന്ന് പോലും അറിയില്ല, പാവം. ഒരു പാവം മനുഷ്യനെ കൊലയ്ക്ക് കൊടുത്തിട്ട് ഡയലോഗ് അടിക്കാൻ വന്നിരിക്കുന്നു. ഉളുപ്പ് എന്ന് പറയുന്ന സാധനമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളൊക്കെ എന്താണെന്ന് അറിയാൻ ജനങ്ങളുടെ മുമ്പിൽ 1000 തെളിവുകൾ വേറെയുണ്ട്. ഇത്തരം പ്രസ്താവനകളൊന്നും സഖാക്കൾ ഒഴികെയുള്ളവരാരും മുഖവിലയ്ക്ക് പോലും എടുക്കുകയില്ല. ഒരു മനുഷ്യനെ കൊന്നിട്ട് പുണ്യാളത്തി ചമയുന്നു. പേപ്പറിൽ ഒതുങ്ങിയ ആരോപണങ്ങളാണെങ്കിൽ മാനനഷ്ട കേസ് കൊടുക്കണം എന്നിങ്ങനെയാണ് അതിൽ കമന്റുകൾ. ചിലർ പി ദിവ്യയെ പിന്തുണച്ചുകൊണ്ടും കമന്റുകൾ ഇടുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ ഒരു നവീൻ ബാബുവിന്റെ വിഷയത്തിൽ
അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ച് മാസങ്ങൾ പിന്നിടുമ്പോഴും ഇപ്പോഴും CBI അന്വേഷണം വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എത്തിയിട്ടില്ല. ഏതായാലും നൽകിയിട്ടുള്ള അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. CBI അന്വേഷണം വേണ്ടെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ നവീൻ ബാബുവിന്റെ ഭാര്യ കെ മഞ്ജുഷ നൽകിയ അപ്പീലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിലുള്ളത്. ജസ്റ്റിസുമാരായ PB സുരേഷ് കുമാർ, ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് അപ്പീൽ പരിഗണിക്കുന്നത്. വസ്തുതകൾ പരിഗണിക്കാതെയാണ് സിംഗിൾ ബെഞ്ച് വിധിയെന്നാണ് കുടുംബത്തിന്റെ പ്രധാന വാദം. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധിയിൽ പിഴവുകളുണ്ട്. സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ വിശ്വാസ്യതയില്ല. ഭരണകക്ഷി നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ ആളാണ് പ്രതിസ്ഥാനത്തെന്നുമാണ് കുടുംബത്തിന്റെ വാദം. സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണത്തെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ട്. അപൂർവ സാഹചര്യമാണ് കേസിലുള്ളത്. നവീൻ ബാബുവിന്റെ മരണത്തിൽ സുതാര്യവും സത്യസന്ധവുമായ അന്വേഷണം വേണം. കുടുംബത്തിന് നീതി ലഭിച്ചുവെന്ന് പൊതുസമൂഹത്തിന് കൂടി ബോധ്യപ്പെടാനാകണം. നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിലെ രക്തസാന്നിധ്യത്തിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വഴി ഉത്തരം ലഭിച്ചില്ല. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്മേൽ സംശയം ഉയർത്തുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയത് ശരിയായ രീതിയിലായിരുന്നില്ല. ആത്മഹത്യയെങ്കിൽ ഉമിനീര് പുറത്തു വരുമായിരുന്നു. ഇൻക്വസ്റ്റ് റിപ്പോർട്ടും ഇക്കാര്യത്തിൽ നിശബ്ദത പാലിക്കുന്നുവെന്നാണ് കുടുംബത്തിന്റെ വാദം. കേസ് ഡയറിയും ഇൻക്വസ്റ്റ് റിപ്പോർട്ടും സിംഗിൾ ബെഞ്ച് ശരിയായി പരിശോധിച്ചില്ല. കേസിൽ CBI അന്വേഷണം അനിവാര്യമാണ് എന്നാണ് നവീൻ ബാബുവിന്റെ ഭാര്യയായിട്ടുള്ള കെ മഞ്ജുഷയുടെ അപ്പീലിലെ പ്രധാന വാദങ്ങൾ. ഏതായാലും എന്തായിരിക്കും കോടതിയുടെ തീരുമാനം എന്നുള്ളതും ആകാംക്ഷ ഉണർത്തുന്നതാണ്. യാത്രയയപ്പ് ചടങ്ങിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ അഴിമതി ആരോപണം ഉന്നയിച്ച തൊട്ടടുത്ത ദിവസമായിരുന്നു നവീനെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചെങ്ങളായിലെ പെട്രോൾ പമ്പിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ആരോപണം. ഇനി പോകുന്നിടത്ത് കണ്ണൂരിലേതുപോലെ പ്രവർത്തിക്കരുതെന്നും PP ദിവ്യ പറഞ്ഞിരുന്നു. യാത്രയയപ്പ് ദിവസത്തിൽ ദിവ്യ നടത്തിയ പ്രസംഗത്തിന്റെ വീഡിയോയും പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് വിവാദങ്ങൾ ഉടലെടുത്തത്. ഏതായാലും നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടും ഒരുപാട് ദുരൂഹതകളും അതുപോലെ തന്നെ ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരം ലഭിക്കാനില്ല.